മൂന്നാമതായി ഗർഭകാലത്ത് സ്ത്രീകൾക്ക് നല്ല മനസ്സമാധാനം കൊടുക്കണം. ഒരു തരത്തിലുള്ള പീഡനവും അവരെ ഏൽപ്പിക്കാൻ പാടില്ല. ശാരീരികം മാത്രമല്ല, മാനസികമായ വല്ല ടെൻഷനുകളും ഗർഭകാലത്ത് ഒരു പെണ്ണിനെ വേട്ടയാടിക്കൊണ്ടിരുന്നാൽ അവരെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന് അംഗവൈകല്യം വരെ വരാനുള്ള സാധ്യതയേറെയാണ്. നമ്മൾ നന്നായി മനസ്സിലാക്കി. ചില ആളുകളൊക്കെ ഗൾഫിൽ പോയാൽ അവർക്കൊരു വിനോദം പോലെയാണ് ഭാര്യമാരോട് ഇടക്കിടക്കിങ്ങനെ തെറ്റാന്ന് പറഞ്ഞത്. ഒരു സുഖമാണ്. അങ്ങനെ 2 or 3 മാസം അല്ലെങ്കിൽ 6 മാസമൊക്കെ ഒരു ഫോൺ പോലും ചെയ്യാതെ ഇരിക്കുന്ന വിദ്വാൻമാർ, ഓനതൊരു വലിയ രസമായിട്ടാണ്. അങ്ങനെ ഒരാളെ ഭാര്യ ഇവിടെ ഗർഭിണിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ മനസ്സനുഭവിക്കുന്ന വേദന ഒരു പക്ഷേ നിങ്ങളെ കുട്ടിയുടെ കാലിലേക്ക് പടരും. ആ കുട്ടിയെ അവൾ പ്രസവിക്കുമ്പോൾ വളഞ്ഞ കാലുള്ളവനാകും. ഈ വിനോദത്തിന് അല്ലാഹു തരുന്ന ശിക്ഷ ഇതായിരിക്കും. ഇതേപോലെ ഗർഭിണികൾ അവരന്ന് കല്യാണം കഴിക്കുന്നൊരു 50 പവൻ കൊടുക്കാന്ന് പറഞ്ഞ് തൽക്കാലം 40 ഒപ്പിച്ചു വിട്ടതാ. ഒരു 6 മാസം കൊണ്ടൊക്കെ ബാക്കി തരാന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇത് ആദ്യത്തെ കുറി തന്നെ കിട്ടിയ ആളാണ്. അപ്പൊ അത്ര പെട്ടെന്നാവും അവരും വിചാരിച്ചിട്ടില്ല. അപ്പോഴാണ് ഉമ്മാന്റെ ഭാഗത്തുനിന്ന് കമന്റ് വരുന്നത്, പിന്നെ തള്ളയും കുട്ടിയും വേറെ ഇരിഞ്ഞാൽ അന്ന് തരാന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടലുണ്ടാവില്ല, അതുകൊണ്ട് ഇപ്പം ഇങ്ങോട്ട് വാങ്ങിക്കോ. അങ്ങനെ വീട്ടിലും നിൽക്കാൻ വയ്യ, ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാൻ വയ്യ. ഇതിന്റെ പേരിൽ ഒരു ഗർഭിണിയുടെ മനസ്സ് വേദനിച്ചാൽ നമ്മുടെ പണക്കൊതി കാരണം നിങ്ങളെ കുഞ്ഞിന് അപകടം സംഭവിച്ചേക്കാം, മന്ദബുദ്ധിയുള്ളവനായേക്കാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെയുള്ള മാനസികമോ ശാരീരികമായ പീഡനങ്ങൾ ഗർഭകാലത്ത് നടത്താൻ പാടില്ല. ഇതുപോലെ ഗർഭിണികൾക്ക് അമിതമായ മരുന്ന് ഉപയോഗിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കരുത്. പ്രത്യേകിച്ച് വേദന സംഹാരി പോലുള്ള മാരകമായ സൈഡ് എഫക്റ്റ് ഉള്ള മരുന്നുകൾ ഗർഭിണി കുടിച്ചാൽ അത് അവളെ ശരീരത്തിനു മാത്രമല്ല അവളെ കുഞ്ഞിനു കൂടി മാരകമായ ദോഷം വരുത്തും. മരുന്നൊക്കെ ഒഴിവാക്കി നല്ല ആഹാര ക്രമീകരണം നടത്തിയാൽ പിന്നെ നമ്മൾ സാധാരണ ഈ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന ഗുളിക ഉണ്ടല്ലോ, അതിന്റെ പോലും ആവശ്യമില്ല. അതിനൊക്കെ അതിൻ്റെതായ തകരാറുണ്ട്. അതൊന്നും മരുന്നിലൂടെ നേടേണ്ടതല്ല. പോഷകങ്ങൾ അത് ആഹാരത്തിലൂടെ നേടാം. അങ്ങനെ വളരെയേറെ ശ്രദ്ധയോടെ ഈ ഗർഭം പൂർത്തി